ഉള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ഇന്ന് രാത്രി നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് യാദൃശ്ചികമായിട്ടല്ല നിങ്ങൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ദൈവം നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നതാണ്. എന്തിനു വേണ്ടി? നമ്മളോട് സംസാരിക്കാൻ, ചില കാര്യങ്ങൾ നമ്മളെ മനസ്സിലാക്കി തരുവാൻ, യേശു ജീവിക്കുന്നുവെന്നും പാപികളെ രക്ഷിക്കുന്നുവെന്നും ദൈവം നിങ്ങളോട് പറയുവാൻ. ഹല്ലേലൂയ. Our God is alive. യേശു ജീവിക്കുന്നു. Praise the Lord. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല, ഉറക്കം തൂങ്ങുന്നില്ല. ദൈവത്തെ ഉണർത്തേണ്ട ആവശ്യമില്ല. 24 മണിക്കൂറും നമ്മെ പരിപാലിക്കുന്ന ദൈവശക്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച, സകല അഖിലാണ്ടങ്ങളുടെയും സൃഷ്ടിതാവായ ദൈവം ഇന്ന് രാത്രി നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രിത്തെ വചനധ്യാനത്തിനായി അപ്പോസ്തല പ്രവർത്തികൾ അതിന്റെ 3-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം വായിക്കാം. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസറായന യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞു. അവനെ വലം കൈക്ക് പിടിച്ചു, എഴുന്നേൽപ്പിച്ചു. സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിന്റെ മുമ്പിൽ മുടന്തനായ ഒരു ഭിക്ഷക്കാരൻ അവന്റെ ചെറിയ പ്രായം തൊട്ട് നീണ്ട വർഷം ഭിക്ഷയാചിക്കുകയായിരുന്നു. അവൻ എഴുന്നേൽക്കാൻ സാധിക്കുകയില്ല. അവൻ ജന്മനാ മുടന്തനായിരുന്നു. അവനെ ഭിക്ഷക്കായിട്ട് ചില ആൾക്കാർ അവിടെ കൊണ്ടുവെക്കുമായിരുന്നു. ഒരു ദിവസം പത്രോസും യോഹന്നാനും പ്രാർത്ഥനയ്ക്ക് അവിടെ വന്നു. പീറ്റർ ആൻഡ് ജോൺ came that way and he saw this lame man. അവനോട് പറഞ്ഞ വാക്കുകളാണ് ഇന്ന് വായിച്ചത്. വെള്ളിയും പൊന്നും എനിക്കില്ല. ഇന്ന് പലർക്കും ഉള്ള വിഷയം അതാണ്. അവർക്ക് വെള്ളിയും പൊന്നും ഇല്ല. ഉണ്ട്, അത് ഉള്ളവർക്ക് കുഴപ്പമില്ല. ഒത്തിരി പേർക്ക് അതില്ല. വെള്ളിയും പൊന്നും അവരുടെ കയ്യിൽ ഇല്ല. ഇല്ലാത്തതിനെ കുറിച്ച് വിലപിക്കുന്ന ഒത്തിരി പേരുണ്ട്. People who cry about what they don't have in their life. പക്ഷെ പത്രോസിനും യാക്കോബിനും യോഹന്നാനും ഇല്ലാത്തതിനെ കുറിച്ച് അറിയാമെങ്കിലും ഉള്ളതിനെ കുറിച്ചും അറിയാമായിരുന്നു. ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാമോ? അവര് പറഞ്ഞു, വെള്ളിയും പൊന്നും ഇല്ല, പക്ഷെ എന്തറിയാം? ഞങ്ങൾക്കൊന്നുണ്ട്. അതെന്താണ്? യേശുവിന്റെ നാമം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ യേശുവിന്റെ നാമമുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പത്രോസിനും യോഹന്നാനും വെള്ളിയും പൊന്നും ഇല്ലാഞ്ഞപ്പോൾ അവർക്ക് നിശ്ചയമായി ഉറപ്പുണ്ടായിരുന്നു, അവർക്ക് ഒന്നുണ്ട്, അത് യേശുവിന്റെ നാമമാണ്. അത് മാത്രമല്ല, അവർക്കുണ്ടായിരുന്ന ആ നാമത്തെ എന്ത് രീതിയിൽ ഉപയോഗിക്കണം എന്ന് അവർക്കറിയാം. ഇപ്പോഴൊക്കെ ഗൾഫിൽ നിന്ന് മക്കൾ വരുമ്പം 80-75 വയസ്സുള്ള അമ്മച്ചിക്കും അപ്പച്ചനും അവര് മൊബൈൽ ഫോൺ മേടിച്ചു കൊടുക്കും. എന്നിട്ട് പറയാം, അമ്മച്ചി കിടക്കുന്ന കട്ടിലേ കിടന്നുകൊണ്ട് ഞങ്ങളെ വിളിക്കാം, ജസ്റ്റ് ഇങ്ങനെ കുത്തിയാ മതി. അടുത്ത പ്രാവശ്യം അവധിക്ക് വരുന്നത് വരെ എല്ലാ ദിവസവും ചാർജ് ചെയ്ത്, എല്ലാ ദിവസവും ഓഫ് ചെയ്ത് ഭദ്രമായിട്ട് ഈ അപ്പച്ചനും അമ്മച്ചി സൂക്ഷിച്ചു വെക്കും. ഒരിക്കൽ പോലും അതിൽ നിന്ന് കോള് വിളിക്കില്ല. അവർക്കറിയില്ല എങ്ങനെ വിളിക്കേണ്ടത്. അവിടുന്ന് ഗൾഫിൽ നിന്ന് വരുമ്പോ മോനെ താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് ഇവിടുന്ന് കോൾ എടുക്കും. കോൾ എടുക്കാൻ അറിയാം, അത്രയും മാത്രം അറിയാം. വരുന്ന സമയത്ത് ഹലോ പറയാൻ അറിയാം. എന്നാൽ അതിനകത്ത് നേരിട്ട് മോനെ കാണാവുന്ന പരിപാടിയുണ്ട്, സ്കൈപ്പ് ഉണ്ട്. അത് ഓൺ ചെയ്യാൻ അവർക്കറിയില്ല. സംസാരിക്കുന്ന മോനെ നേരിട്ട് കാണാം, നോക്കിയാൽ മതി. മോന്റെ എഴുത്ത് വായിക്കാം. ഇമെയിൽ ഉണ്ട്, അത് നോക്കാൻ അവർക്കറിയില്ല. അവർക്ക് വരുന്ന ഹലോ കേൾക്കാൻ മാത്രം അറിയാം. ഞായറാഴ്ച വന്ന് ഹലോ പറഞ്ഞേച്ചു പോകും. കേൾക്കുന്നൊക്കെ കേൾക്കും. അങ്ങോട്ട് പറയാനോ ദൈവത്തെ കാണാനോ ദൈവം ആരാണെന്ന് മനസ്സിലാക്കാനോ യേശുവിന്റെ നാമത്തിന്റെ ശക്തി എന്താണെന്നോ അറിയില്ല. കയ്യിലിരിക്കുന്ന നല്ലൊരു ഫോണാണ്, ഉപയോഗം എന്താണെന്ന് ഒരു പിടിയില്ല. പത്രോസിനും യോഹന്നാനും യേശുവിന്റെ നാമം അവരുടെ കയ്യിലുണ്ടായിരുന്നു. അത് മാത്രമല്ല, അതിന്റെ ശക്തിയെ കുറിച്ച് അവർക്ക് വിവരമുണ്ടായിരുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അവർ നല്ലവണ്ണം അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് മുടന്തനായ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ എന്ത് പറഞ്ഞത്? വെള്ളിയും പൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങളുടെ കയ്യിൽ ഒന്നുണ്ട്, അത് നിനക്ക് തരുന്നു. നീ യേശുവിന്റെ നാമത്തിൽ നടക്ക. ഇത് കിട്ടിയ മുടന്തൻ ആ സെക്കൻഡ് കൊണ്ട് തുള്ളിച്ചാടി അവന്റെ പിച്ചപാത്രം ഇട്ടേച്ച് ഇതുവരെയും ആരാധനയ്ക്ക് പള്ളിയിലോട്ട് പോകാത്തവൻ ദേവാലയത്തിന്റെ ഉള്ളിൽ ചെന്ന് സ്തുതിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്.
തുള്ളിച്ചാടാൻ വയ്യാതെ ബുദ്ധിമുട്ടിലിരിക്കുന്ന സഹോദര സഹോദരി, യേശുവിന്റെ നാമം ഇന്ന് രാത്രി നിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ നിന്റെ മുടന്ത് മാറും, നിന്റെ രോഗം മാറും, നിന്റെ ക്ഷീണം മാറും, നിന്നെ തളർത്തിയിട്ടിരിക്കുന്ന എല്ലാ കെട്ടുകളും അഴിയും. എന്തുകൊണ്ടെന്നാൽ യേശുവിന്റെ നാമത്തിന്റെ ഉള്ളിൽ അത്ര വലിയ ശക്തിയാണ്. ഹല്ലേലൂയ. ഈ നാമത്തെക്കുറിച്ച് ഒത്തിരി കേട്ടിട്ടുണ്ടെങ്കിലും അതിന്റെ ശക്തി നിങ്ങൾക്ക് ഇന്നും അറിയില്ല. ഞാൻ ചെറിയ പ്രായം തൊട്ട് ഈ ശക്തി അനുഭവിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കൊച്ചു കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ പെങ്ങളും കൂടെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊരു ഗമണ്ടൻ പശു ഉണ്ടായിരുന്നു. ഇതിനെ കെട്ടാൻ എൻ്റെ അപ്പന് മാത്രമേ സാധിക്കുകയുള്ളൂ. ദിവസത്തിൽ 2 പ്രാവശ്യം കയറ് പൊട്ടിക്കും, അവിടെയുള്ള ആടിനെ മാടിനെ എല്ലാം കുത്തും, പച്ചക്കറി എല്ലാം നശിപ്പിക്കും. അപ്പം വരുമ്പോൾ ഇതിനെ കെട്ടും. ഒരു ദിവസം ഞങ്ങൾ മുറ്റത്ത് കഞ്ഞിയും കറിയും കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതാ ഈ സാധനം വരുന്നു. എനിക്ക് മനസ്സിലായി സംഭവം ഫിനിഷാണ്. ഞാൻ ചാടി വരാന്തേ കയറി. പെങ്ങൾ ചാടാൻ പറ്റിയില്ല, അവൾ പേടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ ഓർത്തു, കുത്തി റെഡി മണി, അത് ഇങ്ങനെ വരുന്നത്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പച്ചനില്ല, അമ്മച്ചിയില്ല, ഒന്നുമില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയായിരുന്നു. ഞാൻ പറഞ്ഞു, പശുവേ, യേശുവിന്റെ നാമത്തിൽ അവിടെ നിൽക്കാൻ. കൊച്ചു പയ്യനായിരുന്നു. പശു അവിടെ നിന്നു, അനങ്ങിയില്ല. ഞാൻ പറഞ്ഞു, മോളെ കേറി വാ, കേറി വാ, ഒന്നും പേടിക്കണ്ട, പശു അവിടെ നിന്നോളൂ എന്ന് പറഞ്ഞു. അവള് കേറി വന്ന് എന്റെ അടുക്ക മുറിയുടെ ഉള്ളിൽ വരുന്നവരെ ആ ഗമണ്ടൻ പശു അവിടെ നിന്നു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഭാഗ്യത്തിൽ അടുത്ത ആഴ്ച അപ്പച്ചൻ ആ പശുവിനെ കച്ചവടം ചെയ്ത് ഇനി റിസ്ക് എടുക്കണ്ടെന്ന് തീരുമാനിച്ചു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിന്റെ ശക്തി എന്താണെന്ന് ഒരു ചെറിയ കുഞ്ഞായിരുന്നപ്പോഴേ എനിക്കറിയാമായിരുന്നു. കഴിഞ്ഞ 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ വീട് പണിയുമ്പോൾ 10-45 പേര് വാർക്കക്കാർ വന്ന് ഇഷ്ടം പോലെ മെറ്റലും സിമെന്റും കയറ്റി മേൽക്കൂര വാർക്കുന്ന സമയത്ത് ഇന്നത്തെ രാത്രിയിലത്തെ പോലെ ഒരു ഗംഭീര മഴ. എഞ്ചിനീയറും മെയ്സനും മേക്കാടും സൂപ്പർവൈസറും ഒക്കെ പറഞ്ഞു, കോവൂരിന്റെ വീടിന്റെ മേൽക്കൂര ഒലിച്ചു പോകാൻ പോവാൻ. കോൺക്രീറ്റുകാരെല്ലാം ഇങ്ങനെ വേഷ നിൽക്കുകയാണ് ഫുൾ ചൂടിൽ. ഞാൻ പറഞ്ഞു, ഒലിക്കില്ല, ഏലിയാവിന്റെ ദൈവം നിൽക്കുന്നു. യേശുവിന്റെ നാമത്തിൽ മഴയോടെ അവിടെ നിൽക്കാൻ കൽപ്പിച്ചു. ഒരു ദിവസം മുഴുവനും ആ മഴ ഞങ്ങളുടെ പാടത്തിന്റെ അപ്പുറത്ത് പെയ്തുകൊണ്ടിരുന്നു. ഞങ്ങൾ ഫുൾ വൈകുന്നേരം വരെ വാർത്ത് കഴിഞ്ഞു. വൈകിട്ട് ഞാൻ ഇവിടുന്ന് ചെന്നപ്പോൾ വാർപ്പ് കഴിഞ്ഞു. അവരെല്ലാവർക്കും പൈസ കൊടുത്തു. ഞാൻ ചോദിച്ചു, ഇനി എന്താ ചെയ്യേണ്ടത്? 2 മണിക്കൂർ കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, റെഡി, യേശുവിന്റെ നാമത്തിൽ മഴ ഇനി തിരിച്ചിങ്ങോട്ട് വരട്ടെ, എനിക്ക് മേൽക്കൂര കയറാൻ സാധിക്കുകയില്ല. മഴ വന്നു, വെള്ളം ഒഴിച്ചു. പ്രൈസ് ദി ലോർഡ്. അടുത്ത 10 ദിവസത്തേക്ക് വെള്ളം ഒഴിക്കാൻ ദൈവം മഴയെ തന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും പ്രവർത്തിക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രി ദൈവം നിന്റെ കയ്യിൽ യേശുവിന്റെ നാമത്തിന്റെ ശക്തി തന്നിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ കേൾക്കുന്ന ജീവിതമേ, നീ ദൈവത്തിന്റെ പൈതലാണെങ്കിൽ നിനക്ക് ചില അവകാശങ്ങളുണ്ട്. നീ ദൈവത്തിന്റെ പൈതലാണെങ്കിൽ നിനക്ക് ചില ശക്തികളുണ്ട്. യേശുവിന്റെ നാമത്തിന്റെ വിടുതൽ, യേശുവിന്റെ നാമത്തിന്റെ സൗഖ്യം, യേശുവിന്റെ നാമത്തിന്റെ ശക്തി, restoration, deliverance and power in the name of Jesus I want you to experience. നമുക്ക് യേശുവിന്റെ നാമത്തെ കുറിച്ച് വായിക്കാം. അതിന്റെ 16-ാം വാക്യം തന്നെ വായിച്ചോളൂ. 3-ാം അധ്യായം 16-ാം. പത്രോസ് അവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്, ഇവനെ സൗഖ്യമാക്കിയത് ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല. ഇന്ന് രാത്രിയിൽ ഇവിടെ ആരെങ്കിലും രോഗികളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, രോഗികളായി ഇന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ, യേശുവിന്റെ നാമത്തിന്റെ ശക്തി കൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾക്ക് സൗഖ്യമുണ്ട്. ആ മുടന്തിനെ സൗഖ്യമാക്കിയത് പത്രോസിന്റെയും യോഹന്നാന്റെയും കഴിവല്ല എന്ന് അവർ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് 16-ാം അധ്യായത്തിൽ 16-ാമത്തെ വാക്യത്തിൽ. അത് യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാണ്. ഹല്ലേലൂയ. ഇതുവരെയും യേശുവിന്റെ നാമത്തിന്റെ ശക്തി എന്താണെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ അത് അറിയണം. അതറിയാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് ദൈവം നിങ്ങളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. 1-ാമത്തെ കാര്യം, അതിന് സൗഖ്യമാക്കുവാൻ ശക്തിയുണ്ട്. ഏത് രോഗത്തെയും സൗഖ്യമാക്കുവാൻ ശക്തിയുണ്ട്. എല്ലൊടിഞ്ഞൊരുത്തൻ ന്യൂറോ സർജനായി എൻ്റെ അടുക്ക വന്ന ഞാൻ പറയും, ഞാൻ ന്യൂറോ സർജനാ, ഓർത്തോപീഡിക്സിനെ കാണണം, എഴുതി വിടും റെഫറൻസ്. പ്രൈസ് ദി ലോർഡ്. പല്ല് പോയ ആള് ഗൈനക്കോളജിസ്റ്റിന്റെ അടുക്ക വന്നാൽ എനിക്ക് ഗൈനക്കോളജി അറിയാം, ഡെന്റിസ്റ്റിനെ കാണണം എന്ന് പറഞ്ഞ് കടലാസ് എഴുതി വിടും. പല്ല് നോക്കണേ ഒരാൾ, എല്ല് നോക്കണേ ഒരാൾ, ഹൃദയം നോക്കണേ ഒരാൾ, മൂക്ക് നോക്കണേ ഒരാൾ, തല നോക്കണേ ഒരാൾ. ഒരാശുപത്രി ചെന്നാൽ നിങ്ങളെ പിച്ചിക്കീറി 10 സ്ഥലത്തേക്ക് വിടും.
യേശുവിന്റെ സന്നിധിയിൽ ഏത് അസുഖമാണോ ഇന്ന് രാത്രി അത് ഒറ്റയടിക്ക് സൗഖ്യമാകുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ സൃഷ്ടിതാവായ ദൈവം നിങ്ങളുടെ എല്ലാ പോരായ്മയും ഒരു നിമിഷം കൊണ്ട് മാറ്റുവാൻ കഴിയാവുന്ന ശക്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യവും വിടുതലുമുണ്ട്. രണ്ടാമത് യേശുവിന്റെ നാമത്തിൽ എന്താണുള്ളത്? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം എല്ലാവർക്കും അറിയാവുന്ന നല്ല ഒരു പരിചയമുള്ള വാക്യമാണ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. രണ്ടാമത്തെ വിഷയം, those who believe in the name of Jesus, God has given the right to become the children of God. ഇംഗ്ലീഷ് വായിച്ചോ. John 1:12. That as many as received him, to them he gave the right to become children of God, to received him and believed in his name. Received him and believed in his name. അവനെ ഹൃദയത്തിൽ സ്വീകരിച്ച്, യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ പിറന്നുകൊണ്ട് നീ ക്രിസ്ത്യാനിയാകും, ദൈവത്തിന്റെ പൈതലാകുകയില്ല. ദൈവത്തിന്റെ പൈതലാകണമോ യേശുവിനെ നീ ഹൃദയത്തിൽ സ്വീകരിക്കണം. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ആരെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിൽ എനിക്ക് വിഷയമില്ല. എന്റെ വിഷയം നീ ദൈവത്തിന്റെ പൈതലാണോ. ഒരു കാർ ഷെഡ് ജനിച്ചാൽ നിങ്ങൾ കാറാകൂല. ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് ദൈവത്തിന്റെ പൈതലാകുകയില്ല. ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കണം. ഏത് മതസ്ഥരാണെങ്കിലും ഇന്ന് രാത്രിയിൽ യേശു ലോകത്തിന്റെ രക്ഷിതാവാണ്. നിങ്ങൾ ഏത് ജാതിയാണേലും, ഏത് മതമാണേലും, ഏത് കുടുംബമാണേലും, ഏത് പാരമ്പര്യമാണേലും നിങ്ങളുടെ ഹൃദയത്തെ തുറന്ന് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ പൈതലാകുവാൻ ദൈവം അധികാരം തന്നിരിക്കുക. അപ്പൊ രണ്ടാമത്തെ വലിയ വിഷയം, അവന്റെ നാമത്തിൽ അവന്റെ പൈതലാകുവാൻ സാധിക്കും. ദൈവത്തിന്റെ നാമത്തിൽ നീ വിശ്വസിച്ച് കഴിയുമ്പോൾ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിശ്വസിച്ച് കഴിയുമ്പോൾ, you have the power to become the child of God. ദൈവത്തിന്റെ പൈതലാകുന്ന ഒരു വലിയ പദവിയാണ്. When you become the child of God, ദൈവത്തിന്റെ പൈതലാകുമ്പോൾ അവന്റെ സകല നന്മയുടെയും അവകാശിയാണ്. അവന്റെ സകല അനുഗ്രഹത്തിന്റെയും അവകാശിയാണ്. ദൈവത്തിന്റെ കാവല്, ദൈവത്തിന്റെ പരിപാലനം ദൈവമക്കളുടെ അവകാശമാണ്. ദൈവമക്കളാകാത്ത ആരെങ്കിലും ഇന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ ഹൃദയം തുറന്ന് അവനെ കൈക്കൊള്ളുവാൻ ദൈവം നിങ്ങൾക്ക് ഭാഗ്യം തരുമാറാകട്ടെ. Any of you who has never accepted Jesus before, tonight is the day to accept him as your personal savior. Hallelujah. ഇനിയും അവന്റെ നാമത്തിന്റെ ശക്തി. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 28-ാം വാക്യം. Acts of the Apostles chapter 2 verse 28. There is remission of sin in the name of Jesus. യേശുവിന്റെ നാമത്തിൽ പാപങ്ങൾക്ക് ക്ഷമയുണ്ട്, പാപങ്ങൾക്ക് മോചനമുണ്ട്. In the name of Jesus, by the blood of Jesus Christ, there is remission of sin. പാപങ്ങൾക്ക് മോചന ലോകത്തിൽ ഒരു പദ്ധതിയേ ഉള്ളൂ, വേറെ ഒരു പദ്ധതിയുമില്ല. അത് യേശുവിന്റെ നാമത്തിൽ അവന്റെ കാൽവറി അടിപ്പിണരുകളാലാണ്. നീ ചെയ്ത തിന്മ പോകാൻ മല കയറണ്ട, കോഴിക്കുഞ്ഞിനെ കൊടുക്കണ്ട, മെഴുകുതിരി എത്തിക്കണ്ട, വേറെ ഒന്നും ചെയ്യണ്ട. യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ അവന്റെ രക്തത്താൽ നിങ്ങൾക്ക് പാപമോചനമുണ്ട്. By his stripes we are healed. By the precious blood of Jesus there is cleansing of your sin. നമ്മുടെ പാപങ്ങൾക്ക് മോചനമുണ്ട്. യേശുവിന്റെ രക്തത്തിന്റെ പ്രത്യേകത, അത് പുണ്യാഹ്യ രക്തമാണ്. ഇറ്റ്സ് എ പ്രഷ്യസ് ബ്ലഡ്. എന്താ കാര്യം എന്നറിയാമോ? എൻ്റെ കുട്ടിയുടെ രക്തം, എൻ്റെ മകന്റെ രക്തം എൻ്റെയും എൻ്റെ വൈഫിൻ്റെയും കൂടെ മിക്സ് ആയിരിക്കും. AB പോസിറ്റീവ് അല്ലെങ്കിൽ AB നെഗറ്റീവ്, A നെഗറ്റീവ്, അതോട് ചേർന്നായിരിക്കും. ഭൂമി ജനിച്ച എല്ലാ കുഞ്ഞുങ്ങളുടെയും രക്തം A or B or O അതായിരിക്കും. യേശു ജനിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ കന്യകയിൽ ഗർഭം ധരിച്ചത് കൊണ്ട് there is no parents. That is a surrogate pregnancy. God implanted Jesus by the Spirit of God in the womb of Mary. മറിയയുടെ ഗർഭത്തിൽ യേശുവിനെ ദൈവം വെച്ചപ്പോൾ അതിന്റെ പുറത്തൊരു പുരുഷന്റെയോ സ്ത്രീയുടെയോ പങ്കില്ലാത്തത് കൊണ്ട് ആ രക്തം സ്വർഗത്തിന്റെ രക്തമാണ്. ആ രക്തം പരിശുദ്ധാത്മാവിനുള്ളതാണ്.
അതുകൊണ്ട് ആ രക്തം ദൈവത്തിന്റെ പുണ്യാഹ്യ രക്തമാണ്. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, യേശുവിന്റെ രക്തം നമുക്ക് വേണ്ടി സകല പാപങ്ങളെയും മോചിക്കുന്നു. പാപങ്ങളെ മോചിക്കുവാൻ യേശുവിന്റെ രക്തത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. There is power in the blood of Jesus. There is power in the name of Jesus. It is able to forgive your sins. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം വീണ്ടും വായിക്കാം. അതിന്റെ 7-ഉം 10-ഉം. Acts of the Apostles chapter 7 verse 7 and 10. ഇവർ അവരെ നടുവിൽ നിർത്തി, ഏത് ശക്തി കൊണ്ടോ ഏത് നാമത്തിലോ നിങ്ങൾ ഇത് ചെയ്തു എന്ന് ചോദിച്ചു. ഏത് ശക്തി കൊണ്ടാ, ഏത് നാമം കൊണ്ടാ നിങ്ങൾ ഇത് ചെയ്ത് എന്ന് ചോദിച്ചു. ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായി നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. യേശുവിന്റെ നാമത്തിലാണ് സൗഖ്യമുണ്ടായി നിൽക്കുന്നത് എന്ന് പറഞ്ഞു. 10-ാം വാക്യം. യേശുവിന്റെ നാമത്തിലാണ് സൗഖ്യമുണ്ടായി നിൽക്കുന്നത് എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബാങ്കിൽ ജപ്തി ചെയ്ത് കഴിഞ്ഞാൽ പൂട്ടാൻ വരുമ്പോൾ കോടതിയുടെ വകുപ്പുമായിട്ടാണ് വരുന്നത്. അറസ്റ്റ് ചെയ്യാൻ വരുമ്പം പേപ്പറുമായിട്ടാണ് വരുന്നത്. എന്തെങ്കിലും ചെയ്യാൻ അങ്ങോട്ട് ചെല്ലുമ്പം ആൾക്കാർ ചോദിക്കും, ആരാ നിന്നെ വിട്ടിരിക്കുന്നത്, ആരുടെ പേരിലാ വന്നേക്കുന്നത്, ആര് പറഞ്ഞിട്ടാടാ നീ ഇങ്ങോട്ട് വന്നേ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എന്താ പറയണേ? ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ വരുന്നു. ഇന്നാൾ ഒരാൾ എന്നോട് ചോദിച്ചു, ഡോക്ടറെ യേശു മാത്രമേ രക്ഷകനുള്ളോ, അങ്ങനെ ഡോക്ടർക്ക് പറയാമോ? ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. യേശുവാ പറഞ്ഞ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ പോകുന്നില്ല. കോവൂരല്ല പറഞ്ഞത്, യേശുവാ പറഞ്ഞത്. ഹല്ലേലൂയ. ആരെങ്കിലും നിങ്ങളുടെ അടുക്കൽ ചോദിച്ചാൽ പേടിക്കേണ്ട കാര്യമില്ല. യേശുവാണ് പറഞ്ഞത്, അവൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഹല്ലേലൂയ. അപ്പൊ ആരുടെ നാമത്തിലാണ് നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തു പറയണം? ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ചെയ്യുന്നു. ഞങ്ങൾ ആരുടെ നാമത്തിലാണ് ചെയ്യുന്നത്? യേശുവിന്റെ നാമത്തിൽ. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ യേശു പറഞ്ഞത് കേൾക്കാം. Mark chapter 16 verse 17. Jesus is saying something very special. Mark 16:17. These signs will follow those who believe in my name. They will cast out demons. They will speak in new tongues. Hallelujah. മർക്കോസിന്റെ സുവിശേഷം 16:17 യേശു എന്താ പറയുന്നത്? വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. നിന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷയിൽ സംസാരിക്കും. രണ്ട് കാര്യം അവിടെ എഴുതിയിരിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ട്, യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ പൈതലാകാൻ അവകാശമുണ്ട്, യേശുവിന്റെ നാമത്തിൽ പാപക്ഷമയുണ്ട്, യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും, യേശുവിന്റെ നാമത്തിൽ പുതുഭാഷകൾ സംസാരിക്കും. നമ്മുടെ കൂട്ടായ്മയിൽ പുതുഭാഷകൾ സംസാരിക്കാത്തവരെല്ലാം യേശുവിന്റെ നാമത്തിൽ പുതുഭാഷകളിൽ സംസാരിക്കട്ടെ. ഹല്ലേലൂയ. എനിക്കൊരു പുതിയ അറിവായിരുന്നു ഇന്ന് വായിച്ചപ്പോ. ഞാൻ പറഞ്ഞു, കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞാൻ കുറെ പേരെ കൂടെ പുതിയ ഭാഷ സംസാരിപ്പിക്കാൻ പോവാ. ഹല്ലേലൂയ. പുതുഭാഷകൾ സംസാരിക്കാത്തവർ യേശുവിന്റെ നാമത്തിൽ സംസാരിക്കട്ടെ. ഇനിയും തലേ കൈവച്ച് പ്രാർത്ഥിക്കാൻ പോവാ, യേശുവിന്റെ നാമത്തിൽ സംസാരിക്കാൻ. പുതുഭാഷകളിൽ സംസാരിക്കും യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഞാൻ റെഡിയാണ്. എത്ര പേര് റെഡിയാണ് സംസാരിക്കാൻ? യേശുവിന്റെ നാമത്തിൽ പുതുഭാഷകളിൽ സംസാരിക്കും. യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങൾ വിട്ടുപോകും. ഞാൻ ഒത്തിരി ഭൂതങ്ങളെ ഇറക്കിയിട്ടുണ്ട്. തെലുഗു ഭൂതം, മലയാള ഭൂതം, ഹിന്ദി ഭൂതം, പഞ്ചാബി ഭൂതം, ഇംഗ്ലീഷ് ഭൂതം, എല്ലാ ടൈപ്പ് ഭൂതങ്ങളെ ഇറക്കിയിട്ടുണ്ട്. തലേ കൈവച്ച് യേശുവിന്റെ നാമത്തിൽ പോകട്ടെ എന്ന് ചോദിക്കുമ്പം, മോനെ ഏത് ബൈബിൾ കോളേജിലാണ് പഠിച്ചതെന്ന് ഇതുവരെയും ചോദിച്ചിട്ടില്ല. ആരാ നിന്നോട് എന്റെ അടുക്ക വിട്ടെന്ന് ചോദിച്ചിട്ടില്ല. ഭൂതത്തിന് നല്ലവണ്ണം അറിയാം യേശുവിന്റെ നാമത്തിന്റെ ശക്തി എന്താണ്. എനിക്കും നിങ്ങൾക്കും അറിയത്തില്ലെങ്കിലും ഭൂതത്തിന് അറിയാം യേശുവിന്റെ നാമത്തിന്റെ ശക്തി. സംശയമുള്ള ദൈവമക്കളെ ഒന്ന് ഭൂതത്തെ പിടിച്ചൊന്ന് പറഞ്ഞു നോക്ക്. അവൻ വാലും ചുരുട്ടി ഓടുന്നത് നിങ്ങൾക്ക് കാണും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും യേശുവിന്റെ നാമത്തിന്റെ ശക്തി എന്താണ്. If you want to realize the power of God, speak to a devil. You will realize how he will flee. ഒരു പിശാച് ഓടുന്ന കാണുമ്പോൾ നിനക്ക് മനസ്സിലാകും ദൈവത്തിന്റെ നാമത്തിന്റെ ശക്തി എന്താണ്. ഇതുവരെയും പറയാത്തോണ്ട് അത് കാണാത്തത്. ഇവിടെ ഇരിക്കുന്നവരൊക്കെ ഇങ്ങോട്ട് പറയാൻ തുടങ്ങണം. പ്രൈസ് ദി ലോർഡ്. എവിടെങ്കിലും പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭൂതത്തെ കണ്ട യേശുവിന്റെ നാമത്തിൽ ഇറങ്ങിപ്പോകാൻ പറയണം.
ഇനി ഭൂതത്തെ ഇരുത്തി പൊഴിപ്പിക്കരുത്. അന്ത്യ ദിവസങ്ങളാണ്. എല്ലാ ഭൂതങ്ങളെ ഇറക്കി വിടുവാൻ ദൈവം എല്ലാവർക്കും കൃപ തരുമാറാകട്ടെ. പേടിക്കേണ്ട ആവശ്യമില്ല. എത്ര പേര് റെഡിയാകും? ഹല്ലേലൂയ. നിങ്ങളൊക്കെ വെറുതെ ഇരിക്കരുത്. ഓടി നടന്ന് ഭൂതങ്ങളെ ഓടിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എലിക്കൂട്ടത്തിന്റെ നടുക്കോട്ട് പൂച്ചകളെ വിടുന്നത് പോലെ ആയിരിക്കും. എലി എല്ലാം കൂടെ ചീറിപ്പാഞ്ഞു പോകും. സിംഹം മാൻകൂട്ടത്തിന്റെ ഇടയ്ക്കോട്ട് വന്നപ്പോൾ മാൻ എല്ലാം കൂടെ ചീറിപ്പാഞ്ഞു പോകും. ദൈവമക്കൾ ഭൂതങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോൾ ഭൂതങ്ങൾ തനിയെ ഇട്ടോടിപ്പോകും. യേശുവിന്റെ നാമത്തിന്റെ ശക്തി നിനക്കറിയത്തില്ലെങ്കിലും ഭൂതത്തിനറിയാം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങൾ വിട്ടുപോകും. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ പുതുഭാഷകൾ സംസാരിക്കും. ഇനിയും ഒരു സീക്രട്ട് പറയട്ടെ. റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 13-ാം വാക്യം. എല്ലാ പ്രസംഗത്തിലും ഒരു സീക്രട്ട് പറയാൻ എനിക്ക് ഇഷ്ടമാണ്. ഈ സീക്രട്ട് പറയുമ്പോഴേ നിങ്ങൾ 10 പേരോട് പറയുള്ളൂ. അല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഈ സീക്രട്ട് പറയുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന പെന്തക്കോസുകാര് രക്ഷിക്കപ്പെടും. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. മാർത്തോമക്കാര് രക്ഷിക്കപ്പെടും. CSI-ക്കാര്, ബാപ്റ്റിസ്റ്റുകാര്, ക്രിസ്ത്യാനി നോ. എന്താ എഴുതിയിരിക്കുന്നത്? കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും, ഏത് മതസ്ഥരാണേലും ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തെ വിളിക്കുമ്പോൾ നീ രക്ഷ പ്രാപിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. പാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന്, ദുഷ്ടന്റെ പിടിയിൽ നിന്ന്, സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്ന്, നിരാശയിൽ നിന്ന്, ഡിപ്രഷനിൽ നിന്ന്, സൂയിസൈഡിൽ നിന്ന് ദൈവം നിന്നെ രക്ഷിക്കും. തകർന്നിരിക്കുന്ന ജീവിതമേ, ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഒന്ന് വിളിക്കുമോ? ദൈവം നിന്നെ രക്ഷിക്കാൻ പോകുകയാണ്. ഒരു കുരുടനായ ബർത്തിമിയാസ് ഉണ്ടായിരുന്നു. അവന് വലിയ പ്രാക്ടീസോ പരിചയമോ എക്സ്പീരിയൻസോ ഡിഗ്രിയോ ക്വാളിഫിക്കേഷനോ സമ്പത്തോ ഒന്നുമില്ലായിരുന്നു. അവൻ ഒരു കാര്യം അറിയായിരുന്നു. അവന്റെ മുമ്പിൽ കൂടെ പോയത് ദാവീദ് പുത്രനായ ക്രിസ്തുവാണ്. ബാക്കി എല്ലാവരും മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പോൾ കുരുടനായ ബർത്തിമിയാസ് വിളിച്ചു പറഞ്ഞു, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. ഒരു പിച്ചക്കാരനായ, ഒരു കണ്ണുപൊട്ടനായ, ആർക്കും വേണ്ടാത്തവനായ, ഒരു സാധാരണക്കാരനായ ബർത്തിമിയാസിന്റെ നിലവിളിക്ക് മുമ്പ് യേശു നിന്നു. ഇന്നും സാധാരണക്കാരുടെ നിലവിളിക്ക് മുമ്പ് അവൻ നിൽക്കുന്നു. അതുകൊണ്ടാണ് റോമർ 10:13 പറയുന്നത്, അവനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും രക്ഷ പ്രാപിക്കും. രക്ഷിക്കപ്പെടണമോ? ഇന്ന് രാത്രി യേശുവെ എന്ന് വിളിച്ചാൽ മതി. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്, നമ്മുടെ TV കൂടെ പ്രേക്ഷകർ പലരും വിളിക്കും. കഴിഞ്ഞ വ്യാഴാഴ്ച എനിക്ക് ഇഷ്ടം പോലെ വിളി കിട്ടി. രാവിലെ 3 മണി വരെ വിളി കിട്ടി. ഒത്തിരി മിസ് കോൾസും ഒത്തിരി കോളും അറ്റൻഡ് ചെയ്തു. ഞാൻ ഓർത്ത് ഈ വിളിയൊക്കെ അവർ ഇരിക്കുന്നിടത്ത് യേശുവെ എന്ന് വിളിച്ചിരുന്ന എന്ത് എളുപ്പമായിരുന്നു. അത് വിളിക്കില്ല. അവർക്ക് കാണാവുന്ന കേൾക്കാവുന്ന ഒരു ഡോക്ടറെ വിളിക്കാൻ എളുപ്പം. പ്രൈസ് ദി ലോർഡ്. വിളിക്കേണ്ടെന്നല്ല, നിങ്ങൾ എല്ലാവരും വിളിക്കണം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷെ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് ഇന്ന് രാത്രി യേശുവിനെ വിളിച്ചാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കാൻ പോകുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 3:30 മണിക്ക് ഒരാൾ എന്നെ വിളിച്ചേച്ച് പറഞ്ഞു, താങ്ക് യു വെരി മച്ച്, ഇനിയും ഞാൻ വിളിക്കും. ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവർക്കൊരു സന്തോഷമാണ് വിളിക്കാൻ. ഇതുപോലെ കർത്താവിനെ ഒന്ന് വിളിച്ചിരുന്ന എന്ത് നല്ലതായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേര് യേശുവിനെ വിളിക്കും? യേശുവിന്റെ നാമത്തെ വിളിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ അത്ഭുതം നടക്കാൻ പോകുകയാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് വിഷയമാണേലും ഇന്ന് രാത്രി അത്ഭുതം പ്രവർത്തിക്കും. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഭൂതത്തെ പുറത്താക്കും. പുതുഭാഷയിൽ സംസാരിക്കും. പുതുഭാഷയിൽ സംസാരിക്കാൻ റെഡിയായാൽ മതി. നമ്മൾ യേശുവിന്റെ നാമത്തിൽ തുടങ്ങാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനിയും യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 31-ാം വാക്യം. ജോൺ ചാപ്റ്റർ 20:31. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും. അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകും. വിശ്വസിക്കുന്ന അവർക്ക് എന്തുണ്ടാകും? യേശുവിന്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകും. ചില ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ജീവനുണ്ടോ? ഇല്ലല്ലോ. കുറച്ചുകൂടെ ഒന്ന് കിടന്നാൽ ജീവൻ വെക്കുമെന്ന് വിചാരിച്ച് കിടക്കത്തേ ഉള്ളൂ. ഉറങ്ങുന്തോറും ക്ഷീണം വെക്കത്തേ ഉള്ളൂ, ജീവൻ വെക്കില്ല. ഉച്ചയാകുമ്പോൾ ചിലർക്ക് തല ഇറങ്ങി തുടങ്ങും. ഒരു 10 മിനിറ്റ് കിടന്ന് 4 മണിയാകുമ്പോൾ പൊങ്ങാമെന്ന് വിചാരിക്കും. കിടക്കും തോറും ജീവനല്ല, ഉറക്കമാണ് വെക്കണേ. ഒരു രാത്രി മുഴുവൻ ഉറങ്ങി വെച്ചും പിറ്റേ ദിവസം ക്ഷീണം മാറുമോ? അവനിൽ വിശ്വസിച്ച്, അവന്റെ നാമത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ജീവൻ വെക്കാൻ പോവുകയാണ്. ഇനി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ക്ഷീണിച്ച് കട്ടിലേക്ക് കിടക്കുമ്പോൾ ക്ഷീണം വരുമ്പോൾ
പെട്ടെന്നൊരു കാര്യം ചെയ്യണോ, യേശുവിന്റെ നാമത്തിൽ നിന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റാൽ മതി. നിങ്ങൾ അറിയാത്തൊരു ശക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോവുകയാണ്. Hallelujah. How many of you are ready to receive the life in Jesus? In the name of Jesus. ഇത് വേറൊരാളെ നേരെ പിടിപ്പിക്കുന്നതിനെക്കാട്ടിലും സ്വന്തം ജീവിതത്തിൽ ഏറ്റെടുത്താൽ മതി. യേശുവിന്റെ നാമത്തിലുള്ള ജീവൻ എനിക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് പ്രാപിച്ചെടുക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കൊച്ചു കുഞ്ഞായിരുന്നപ്പം എനിക്ക് 50 വയസ്സാകാൻ വലിയ ഇഷ്ടമായിരുന്നു. കുറച്ച് ശക്തിയും വെയിറ്റും പവറും, പ്രായമുള്ളവരൊക്കെ എന്ത് നല്ലതാണെന്ന് വിചാരിച്ചു. 50 വയസ്സായപ്പോഴാണ് അതിന്റെ ഗതികേട് പിടികിട്ടത്. കുഞ്ഞായിരുന്നു, നല്ലതായിരുന്നു, ഒന്നുമില്ല, ചാടി ഓടി നടക്കാമായിരുന്നു. ഇന്ന് ഞാൻ ഇവിടുന്ന് ആലോചിക്കായിരുന്നു, അധികം താമസിക്കാതെ ഇനി അടുത്തൊരു 60 സെക്ഷനിലോട്ട് നീങ്ങാൻ പോവാൻ. അധികം താമസിക്കാൻ കുറെ വർഷങ്ങളുണ്ട്, നിങ്ങളാരും പേടിക്കണ്ട. ഞാൻ ഇവിടുന്ന് ആലോചിക്കായിരുന്നു, അപ്പോഴെനിക്ക് ജീവൻ വേണമെങ്കിൽ ഒരൊറ്റ പരിപാടിയേ ഉള്ളൂ, അത് യേശുവിന്റെ നാമമാണ്. ഇന്ന് പ്രായമുള്ള ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ശക്തി പ്രാപിക്കുവാൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങളിലേക്ക് ദൈവശക്തി ഒഴുകട്ടെ. ക്ഷീണിച്ചിരിക്കുന്ന ജീവിതമേ, തളർന്നിരിക്കുന്ന ജീവിതമേ, നിന്റെ യൗവനം കഴുകനെ പോലെ ഉയർത്തു വരുവാൻ നിന്റെ മർത്യ ശരീരത്തിലേക്ക് ഇന്ന് ജീവൻ വ്യാപരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ കൊച്ചുമോനെക്കാട്ടിലും ചുറുചുറുക്കോടെ ഓടിക്കുവാൻ കഴിയുന്ന ആത്മാവിന്റെ ശക്തി യേശുവിന്റെ നാമത്തിൽ നിന്റെ ശരീരത്തിലേക്ക് വ്യാപരിക്കുമാറാകട്ടെ. ഏറ്റെടുക്കാൻ എത്ര പേര് റെഡിയാണ്? അമ്മച്ചി എന്നുള്ള വിളി മാറ്റി ചാൻറ്റി എന്ന് വിളിക്കാൻ തുടങ്ങും പിള്ളേർ. ആ ഓട്ടം ഒന്ന് മാറും സഹോദര, ആ ചാട്ടം ഒന്ന് മാറും സഹോദരി. യേശുവിന്റെ നാമത്തിൽ ജീവനുണ്ട്. നിന്റെ ക്ലോക്ക് ബാക്കിലോട്ട് തിരിച്ചു വെച്ച് നിന്റെ യൗവനം പുതിയതാക്കി തരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ആ ശക്തി ഏറ്റെടുക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ദൈവത്തിന്റെ മക്കൾക്ക് അവരുടെ യൗവനം കഴുകനെ പോലെ പുതുകി വരും. അത് വിശ്വസിച്ചാൽ മാത്രം മതി. ദൈവം അതെന്നും പുതുക്കിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് മുമ്പോട്ട് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 47-ാം വാക്യം. ആ ആ ആ യേശുവിന്റെ നാമത്തിന് വേറൊരു ഗുണമുണ്ട്, അത് പ്രസംഗിക്കാൻ പറ്റിയ നാമമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാനിപ്പം ആന്റണിയെ കുറിച്ച് കുറെ നാൾ പറഞ്ഞു നടന്നാൽ ചിലപ്പോൾ ചെല്ലു വന്നിച്ച് പറയും, ശരിയല്ല കേട്ടോ, അയാൾ പോക്കാന്ന് പറയും. അതുകൊണ്ട് ദയവ് ചെയ്ത് വേറെ ഒരു നാമവും പ്രസംഗിക്കരുത്. പക്ഷെ യേശുവിന്റെ നാമത്തെ കുറിച്ച് എത്ര പറഞ്ഞാലും ആർക്കും ഒരു കുറ്റവും അതിന്റെ പുറത്ത് കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല. ആ നാമം പൂർണ്ണമാണ്, ആ നാമം ശക്തിയുള്ളതാണ്. That is a name worth preaching. അതുകൊണ്ടാണ് ഇന്ന് രാത്രി പ്രസംഗിക്കാൻ തീരുമാനിച്ചത്. യേശുവിന്റെ നാമം എന്താണ്? പ്രസംഗിക്കാൻ കൊള്ളാവുന്ന നാമമാണ്. ഇത് പ്രസംഗിക്കാൻ ആഗ്രഹമുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. It is a name worth preaching. അത് പ്രസംഗിക്കാൻ കൊള്ളാമെന്നൊരു നാമമാണ്.